നമസ്കാരം, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളം ടെക്. ഇന്ന് നമ്മുടെ CES ലോഞ്ച് ചെയ്ത കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഗാഡ്ജറ്റ്സും അതുപോലെ തന്നെ കോൺസെപ്റ്റിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ആദ്യം തന്നെ നമുക്ക് LGയുടെ പുതിയ ട്രാൻസ്പെറന്റ് TV അല്ലേ, ഇതൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. അപ്പോൾ ട്വിറ്ററിലൊക്കെ അത്യാവശ്യം ആക്റ്റീവ് ആണല്ലേ? അല്ല, ഞാനിപ്പോൾ ശശാമിന്റെ വീഡിയോ കണ്ടേ ഉള്ളൂ. പുതിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോവാ, അല്ലാതെ വെറുതെ. അല്ലെങ്കിൽ ഞാൻ ഇതൊന്നല്ല പറയാൻ വന്നത്. ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. AI CES അനൗൺസ് ചെയ്തപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചത് മൊത്തം കാര്യങ്ങളും AI പറ്റിയായിരിക്കും. പക്ഷെ എന്നാൽ AI മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടല്ല, കുറച്ച് റോബോട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് ഹൗസ് ഹോൾഡ് ആണെന്നുള്ളതിനെ പ്രത്യേകം എടുത്ത് പറയുകയാണ്. ഇപ്പോൾ ഹൗസ് ഹോൾഡ് വാക്യൂം ക്ലീനേഴ്സ് ഒക്കെ നമ്മുടെ കേരളത്തിലേക്ക് അത്യാവശ്യം പോപ്പുലറായി വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് CES അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിൽ എനിക്ക് തോന്നിയത് ഈ റോബോട്ട്സ് ആണ്. അതിൽ ഫസ്റ്റ് പറയാനുള്ളത് സാംസങ് ആണ്. 2020 സാംസങ് ബോളി എന്ന് പറയുന്ന ഒരു റോബോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു. ഈ റോബോട്ടിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ ഒരു ബോൾ പോലെയാണ്, യെല്ലോ കളർ, കാണാൻ അത്യാവശ്യം ക്യൂട്ടാണ്. സാംസങ് ബിക്സ്ബി ഇറക്കിയപ്പോഴത്തേക്കും അന്ന് മുതലുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു അവരെന്തുകൊണ്ടാണ് ഒരു ഹോം സ്പീക്കർ ഇറക്കാത്തെന്നുള്ളത്. എന്നാൽ അതിനൊരു ആൻസർ എന്ന രീതിയിലാണ് ഇവരിപ്പോൾ റോബോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ റോബോട്ട് അത്യാവശ്യം എഫിഷ്യൻ്റ് ആണ്. അവരുടെ വീഡിയോസ് ഒക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും ബാക്ക് ടു പോയിന്റ് ഞാൻ വരുന്നേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ഫംഗ്ഷനാലിറ്റീസ് ആദ്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ റോബോട്ടിനകത്ത് ഇപ്പോൾ ലോഞ്ച് ചെയ്തപ്പോഴത്തേക്കും പ്രൊജക്ടറോട് ഉണ്ട്. അതായത് 2020 നിന്നും വ്യത്യാസം വരുന്നത് ഈ ഒരു ഫീച്ചറാണ്. നേരത്തെ തന്നെ ഇവരെ ഒരു കമ്പാനിയൻ പോലെയാണ് നമ്മൾ പ്രസന്റ് ചെയ്തത്. അതായത് ഇപ്പോൾ നമ്മളൊരു വർക്കൗട്ട് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു കിച്ചണിൽ എന്തെങ്കിലും പാചകം ചെയ്യുകയാണെങ്കിൽ പോലും നമ്മൾ അസിസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ റോബോട്ട് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇതിനകത്ത് പ്രൊജക്ടറോട് ഇൻക്ലൂഡ് ചെയ്ത കാരണം വർക്ക് ഫ്രം ഹോം എൻവയൺമെന്റിൽ കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതായത് നമുക്കിപ്പോൾ ഒരു ഗൂഗിൾ മീറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഏതൊരു എൻവയൺമെന്റ് ആണെങ്കിൽ പോലും ഏത് ഭിത്തിയിലോ ഫ്ലോറിലോ അല്ലെങ്കിൽ സീലിംഗിലാണെങ്കിൽ പോലും ഈ ബോളി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഈ റോബോട്ട് എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് ഈ സാധനം പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റും, സ്ക്രീൻ. ആൻഡ് ഇത് സ്ക്രീൻ ഷെയറിംഗ് മാത്രമല്ല, നമുക്ക് സിനിമ ആയിക്കോട്ടെ എന്ത് വേണമെങ്കിലും നമുക്ക് ഈ ഒരു പ്രൊജക്ടർ വെച്ച് കാണാൻ പറ്റും. ആൻഡ് ഇത് ലൈവ് ഡെമോയിൽ അത്യാവശ്യം ഇംപ്രസീവ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഡിസ്പ്ലേ ക്വാളിറ്റി. എന്നാൽ ഈ ലൈവ് ഡെമോയ്ക്കകത്ത് അവർ ഇത് പ്രസൻറ്റ് ചെയ്ത സമയത്ത് ഇത് എന്താ മാൽഫങ്ഷൻ പോലെ വന്നിട്ട് ഇത് തിരിഞ്ഞൊക്കെ പോയ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ എഫിഷ്യൻസി എത്രമാത്രം ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ആൻഡ് ഇത് ഈ വർഷം തന്നെ ലോഞ്ച് ചെയ്യാൻ ചാൻസ് കുറവാണ്. ആൻഡ് ബൈ ദ വേ ഇതിനകത്തൊരു ഇംപ്രസീവ് ഫീച്ചർ കൂടെ ഉണ്ട്. അതായത് നമുക്കിപ്പോൾ കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മുടെ പെറ്റ്സിന് ഫീഡ് ചെയ്യും, പെറ്റ്സിൻ്റെ കൂടെ കളിക്കാൻ പോകും. അങ്ങനെ കുറച്ച് നല്ല ഫീച്ചേഴ്സ് എനിക്ക് തോന്നിയിട്ടുണ്ട്, നല്ലതായിട്ട് തോന്നി. ആൻഡ് ഇതിൻ്റെ സൈസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ അലക്സയുടെ ആസ്ട്രോ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റും. എന്നാൽ ആസ്ട്രോ ചെയ്യുന്നതിനേക്കാളും ഇരട്ടി കാര്യങ്ങൾ ഈ കുഞ്ഞ് റോബോട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ പ്രൈസ് എത്രമാത്രം കൂടുതലായിരിക്കും എന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഞാൻ നോക്കി കാണുന്നൊരു പ്രോഡക്റ്റാണ്. ആൻഡ് ഇതേപോലത്തെ ഒരു സിമിലർ പ്രോഡക്റ്റ് നമ്മുടെ LGയും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. LGയുടെ ഏജന്റ് Q9 എന്ന് പറയുന്നൊരു റോബോട്ടാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഹ്യൂമനോയിഡ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഒരു ഫണ്ണി ക്രീച്ചർ പോലെയാണ് അവർ ഫീച്ചർ ചെയ്തിരിക്കുന്നത്. ആൻഡ് എനിക്ക് കണ്ടിട്ട് അത്യാവശ്യം ക്യൂട്ടായിട്ട് തോന്നുകയും ചെയ്തു. ആൻഡ് അതുപോലെ തന്നെ വിയർഡ്നെസ്സും ഉണ്ട്. നമുക്ക് നമ്മുടെ മൂഡ് അനുസരിച്ച് നമ്മളെ എൻജോയ് ചെയ്യിപ്പിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഫീച്ചർ. നമ്മുടെ കമ്പാനിയൻ റോബോട്ട് തന്നെയാണ് ഇതിൻ്റെ മെയിൻ ഉദ്ദേശം. എന്നാൽ നമ്മളിപ്പോൾ സാഡ് ആയിട്ടാണെങ്കിൽ നമുക്ക് ഡാൻസ് ചെയ്ത് കളിക്കും. അങ്ങനത്തെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫീച്ചേഴ്സ് ആയിട്ട് ഇറക്കിയ ഒരു റോബോട്ടാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, അലക്സയുടെ റോബോട്ടിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്യൂട്ട്നെസ് മാത്രമാണ്. ഈ പറഞ്ഞ LGയുടെ റോബോട്ടിനകത്ത് ഈ ക്യൂട്ട്നെസ് മാത്രമേ ഉള്ളൂ, വലിയ കാര്യങ്ങളായിട്ടൊന്നും എനിക്ക് പറയാനില്ല. ആൻഡ് ഇതിനകത്ത് AI വോയിസ് അസിസ്റ്റൻറ്റ് ഉണ്ടെങ്കിൽ പോലും LGയുടെ വോയിസ് അസിസ്റ്റൻറ്റ് നമ്മൾ അധികം യൂസ് ചെയ്തിട്ടില്ല. ആൻഡ് ഇതിനകത്ത് ഗൂഗിൾ അസിസ്റ്റൻ്റ് ആണോ അതോ അലക്സയാണോ എന്താണ് അവർ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത് ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല. സോ അതൊരു ക്വസ്റ്റ്യനബിൾ കാര്യമാണ്. ആൻഡ് ഇത് വെർത്താണോ എന്നുള്ളൊരു സംശയമാണ്. ആൻഡ് ഈ ക്യൂട്ട്നെസ് ഒഴിച്ച് കഴിഞ്ഞാൽ വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് ഈ റോബോട്ടത്തൊന്നും തോന്നിയിട്ടില്ല. അതുപോലെ തന്നെ ആസ്ട്രോയും അതുപോലെ തന്നെ. പക്ഷേ ഇത് മൂന്ന് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ബോളിയാണ് വിജയിച്ചിരിക്കുന്നത്. റോബോട്ട്സിൻ്റെ കാര്യം കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് മിക്സഡ് റിയാലിറ്റി അല്ലെങ്കിൽ AR VR അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ആൻഡ് അതിൽ എനിക്ക് ആദ്യം പറയാനുള്ളത് CESൽ ഫസ്റ്റ് ടൈം ഞാൻ ആദ്യമായിട്ട് കേട്ട ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ആയിരുന്നു നീമോ പ്ലാനറ്റ്. വർഷങ്ങളായിട്ട് നമ്മളെല്ലാവരും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും എത്രമാത്രം ഞങ്ങൾക്ക് പ്രിയപ്പെട്ടതാണ്. കേരളത്തിലൊരു സ്റ്റാർട്ടപ്പ് ഇത്ര ഉയരങ്ങളിൽ എത്തുക പറഞ്ഞാൽ നമുക്ക് എപ്പോഴും അഭിമാനമുള്ള കാര്യമാണ്. നിമോ പ്ലാനറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള സ്പേഷ്യൽ കമ്പ്യൂട്ടിംഗ് ഫീച്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ആൻഡ് ഇതിനകത്ത് ചെറിയൊരു നമ്മുടെ ഒരു എയർപോർട്സിൻ്റെ കേസിനേക്കാളും ചെറിയൊരു മോഡ്യൂളിനകത്ത് ഒരു ഫുൾ കമ്പ്യൂട്ടർ അവർ ലോഡ് ചെയ്തിരിക്കുകയാണ്. ആൻഡ് ഇതേ മോഡ്യൂൾ വെച്ചിട്ട് നമുക്ക് മൗസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഒരു ചെറിയ സ്പെക്സ് ഉണ്ട്, ഇതിനകത്ത് സ്ക്രീനും വരുന്നുണ്ട്. ആൻഡ് ഈ സ്ക്രീൻ ഭയങ്കര ക്ലാരിറ്റി അങ്ങനത്തെ ഒന്നും അല്ല, എന്നാൽ പോലും നമുക്ക് 3 സ്ക്രീൻസ് അറ്റ് ദ ടൈം നമുക്ക് കാണാൻ പറ്റും. അതായത് 3 വിൻഡോ നമുക്ക് ഒരുമിച്ച് ഉപയോഗിക്കാൻ പറ്റും. ആൻഡ് ഈ 3 വിൻഡോ വെച്ച് നമുക്ക് പ്രൊഡക്ടിവിറ്റി അടിപൊളിയായിട്ട് നിമോ OS വെച്ച് ചെയ്യാൻ പറ്റും. ആൻഡ് ഇതിൻ്റെ വീഡിയോസ് 2020 മുതലേ നമ്മൾ കണ്ടുവരുന്നതാണ്. ആൻഡ് ഇത് എത്രമാത്രം എഫിഷ്യൻ്റ് ആണെന്ന് കഴിയുമ്പോൾ നമുക്ക് കൺഫ്യൂഷനാണ്. കാരണം ഇത് നമ്മളൊരു ലൈവ് പേഴ്സൻ്റെ കയ്യിൽ കണ്ടിട്ടില്ല. സോ അവർ CESലേക്ക് ഈ പ്രോഡക്റ്റ് കൊണ്ടുവരണമെങ്കിൽ അത്രമാത്രം കോൺഫിഡൻ്റ് ആയതുകൊണ്ടായിരിക്കണം അവരിത് കൊണ്ടുവന്നത്. സോ എന്തായാലും ഇതുവരെ ബാഡ് കമൻസ് ഒന്നും വന്നിട്ടില്ല. ആൻഡ് പല ഫോറിൻ യൂട്യൂബേഴ്സ് അവർ ഇത് ട്രൈ ഓൺ ചെയ്തിട്ട് നല്ല എക്സ്പീരിയൻസ് ആണ് പങ്കുവച്ചിരിക്കുന്നത്. സോ അത്യാവശ്യം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾക്ക് പങ്കുവയ്ക്കണം തോന്നി. ആൻഡ് നിമോ പ്ലാനറ്റ് ബേസ് ചെയ്തിരിക്കുന്നത് സ്പേഷ്യൽ കമ്പ്യൂട്ടിംഗ് ആണ്. VR അല്ല, നമ്മുടെ ആപ്പിൾ വിഷൻ പ്രോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു VR സെറ്റപ്പാണ്. ലൈക്ക് അതിനകത്തൊരു സ്പേഷ്യൽ കമ്പ്യൂട്ടിംഗ് ആണെങ്കിൽ പോലും
ജസ്റ്റ് ഒരു VR സ്റ്റഫ് പോലെ വേണമെങ്കിൽ പറയാൻ പറ്റും. പക്ഷേ എന്നാൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേഷ്യൽ കമ്പ്യൂട്ടിംഗ് ആണ്. നമുക്ക് കംപ്ലീറ്റ്ലി പ്രൊഡക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടാണ് ഇത് വരുന്നത്. ഇതിനകത്ത് നമുക്ക് വിൻഡോസ് റൺ ചെയ്യാൻ പറ്റും, മാക് റൺ ചെയ്യാൻ പറ്റും, നമ്മുടെ PC ഏതാണോ അത് നമുക്ക് കംപ്ലീറ്റ്ലി ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ആൻഡ് ഇത് അവർ നിമോ OSലേക്ക് ഫീച്ചർ ചെയ്യുകയാണ് ചെയ്യുന്നത് ബേസിക്കലി. ആൻഡ് ഈ നിമോ പ്ലാനിൻ്റെ അകത്ത് ആപ്പിൾ വിഷൻ പ്രോയ്ക്ക് തരാൻ പറ്റാത്തൊരു ഫീച്ചറുണ്ട്, കണക്ടിവിറ്റി. അതായത് നമുക്കൊരു കീബോർഡോ മൗസോ നമുക്ക് ആപ്പിൾ വിഷൻ പ്രോയ്ക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല, കംപ്ലീറ്റ്ലി ഹാൻഡ് ജെസ്റ്റേഴ്സ് വെച്ചിട്ടാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിമോ പ്ലാനിൻ്റെ ആ ഒരു കുഞ്ഞു മൊഡ്യൂൾ വെച്ചിട്ട് കൺട്രോൾ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഒരു ബ്ലൂടൂത്തോ വൈഫൈ വെച്ചിട്ട് നമുക്കൊരു ഡിവൈസ് കണക്ട് ചെയ്തിട്ട് അത് വെച്ചിട്ട് യൂസ് ചെയ്യാനും പറ്റും. നിമോ പ്ലാന്റിൻ്റെ ഈ പ്രോഡക്റ്റ് നമ്മുടെ ഈ CS വന്നപ്പോഴത്തേക്കും ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. പക്ഷേ ഇതേ സിമിലർ പ്രോജക്റ്റ് പോലെ കുറേ കമ്പനീസ് ഈ സെയിം സാധനം കൊണ്ടുവന്നായിരുന്നു. അതിലൊരെണ്ണമാണ് നമ്മുടെ മെറ്റ റേബൻ. ഇത് ഏകദേശം നേരത്തെ ഇറങ്ങിയതാണ്, എന്നാൽ ഇതിൽ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട്, മെറ്റ AI ഉണ്ട്. ആൻഡ് ഇത് കംപ്ലീറ്റ്ലി വേറൊരു ഡിവൈസാണ്. ആൻഡ് ഇതിനകത്ത് നമുക്ക് നമ്മുടെ ഫോണിനകത്തുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കംപ്ലീറ്റ്ലി ആ ഒരു ഫോണിനെ റീപ്ലേസ് ചെയ്യുന്ന രീതിയിലാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ. എന്നാൽ ഞാൻ പറഞ്ഞു വരുന്നത് ഈ മെറ്റ റേബൻ ക്ലാസിനെ പറ്റിയല്ല. ഇതിന് കോമ്പറ്റീഷനായിട്ട് നമ്മുടെ Asus Air Vision M1 എന്ന് പറയുന്ന ഒരു ഡിവൈസ് കൊണ്ടുവന്നിരിക്കുകയാണ്. കേട്ട് കഴിഞ്ഞാൽ ആപ്പിൾ ഡിവൈസിൻ്റെ പേര് പോലെ ഉണ്ടെങ്കിലും അത് തന്നെ അവർ ഡിപ്പെക്ട് ചെയ്യുന്നതും ഇതിന് കംപ്ലീറ്റ്ലി ഒരു കോമ്പറ്റീഷൻ എന്ന രീതിയിൽ തന്നെയാണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് നമുക്ക് കമ്പ്യൂട്ടിങ് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഇതിനകത്ത് പ്രോസസ്സറോ കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഒരു സ്ക്രീൻ മിററിങ്. നമുക്ക് VR വെച്ചിട്ട് നമുക്ക് കാണുന്ന പോലെ തന്നെ നമുക്കൊരു ഗ്ലാസ് വെച്ചിട്ട് ഇത് കാണാൻ പറ്റും. അതായത് നമ്മുടെ ഒരു VR ഗ്ലാസിൻ്റെ ഒരു ചേസസ് അവർ സ്കെയിൽ ഡൗൺ ചെയ്തിട്ട് ഒരു സ്പെക്സിൻ്റെ രീതിയിൽ അവർ ആക്കിയിട്ടുണ്ട്. അത് അത്യാവശ്യം എനിക്ക് ഇംപ്രസീവ് ആയിട്ടാണ് തോന്നിയത്. പക്ഷേ റേറ്റിൻ്റെ കാര്യം അവർ സ്പെസിഫൈ ചെയ്യുന്നില്ല. എന്നാലും എനിക്ക് ബിൽഡ് ക്വാളിറ്റി കണ്ട് അത്യാവശ്യം കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അതിൻ്റെ യൂസർ റിവ്യൂ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഈ സെയിം സാധനം TCL ആണെങ്കിൽ ഈ മാസം 5-ാം തീയതി അവരുടെ പ്രോഡക്റ്റ് ലൈനിൽ ഇറങ്ങിയായിരുന്നു. ആൻഡ് അത് 2 മോഡലാണ്. അതിലൊരു മോഡലാണ് നമ്മൾ ഈ പറഞ്ഞ Asusൻ്റെ Air Vision M1 ആയിട്ട് സിമിലാരിറ്റി ഉള്ളത്. ആൻഡ് അതിൻ്റെ പേര് നെക്സ്റ്റ് വെയർ S1 അതിന് നെക്സ്റ്റ് വെയർ S+. അതാണ് ഇതിന് തമ്മിൽ സിമിലാരിറ്റി ഉള്ളത്. ആൻഡ് ഈ S+ എന്ന മോഡല് ലെനോവോയുടെ പഴയ ഒരു യോഗ സീരീസിനകത്തൊരു ഗ്ലാസ് കൊണ്ടുവന്നായിരുന്നു. അതുമായിട്ട് സിമിലാരിറ്റി ആയിട്ടാണ്, അത് ഇൻസ്പയർഡ് ആയിട്ടാണ് അവർ ഈ പ്രോഡക്റ്റ് ഇറക്കിയിരിക്കുന്നത്. ഇത് കംപ്ലീറ്റ് ഇലുമിനാണ്ടിയാണ്. പിന്നെ ഒരു മെൻഷനും കൂടെ, നമ്മുടെ ട്വിറ്ററിനകത്ത് മൊത്തം വൈറലായി പോയത് വേറെ സംഭവമാണ്. CS Xreal എന്ന് പറഞ്ഞൊരു കമ്പനി അവരുടെ ഒരു സ്മാർട്ട് VR ഗ്ലാസസ് ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു. ആൻഡ് അതിൻ്റെ പേര് Air 2 Ultra എന്നാണ്. ആൻഡ് ഇത് അവരുടെ 2nd ജനറേഷനും കണ്ടാണ്. ആൻഡ് അത്യാവശ്യം എന്താ പറയുക, ഒരു കുറച്ച് എർഗോണമി ആയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ പ്രോഡക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ആൻഡ് അത് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും. ആൻഡ് അതുകൊണ്ട് തന്നെ ഇത് മാർക്കറ്റിൽ ഇറങ്ങാൻ പോകുന്നുണ്ട്. ഇത് ഇറങ്ങുന്നത് മിക്കവാറും മാർച്ച് ഫെബ്രുവരി സമയത്തായിരിക്കും. ഈ ഇറക്കുന്ന റിലീസ് ഡേറ്റ് നമ്മുടെ ആപ്പിൾ വിഷൻ പ്രോയുടെയും ഡേറ്റ് സെയിം തന്നെയാണ്. ആൻഡ് വിഷൻ പ്രോയ്ക്കകത്ത് നമുക്കിപ്പോൾ ഒരു കണ്ണിന് പവർ കുറവുള്ള ആൾക്ക്, അല്ലെങ്കിൽ അവർക്കൊരു അതായത് ഒരു സ്പെക്സ് യൂസ് ചെയ്യുന്ന ആൾക്ക് അവരുടേതായ ഒരു പവർ നമ്മുടെ ലെൻസിനകത്ത് കൊണ്ടുവരണമല്ലോ. ആൻഡ് അത് ചെയ്യണമെങ്കിൽ നമ്മൾ $150 എക്സ്ട്രാ പിന്നെയും കൊടുക്കണം. അതായത് $3500 കൂടെ തന്നെ പിന്നെയും $150 ടാക്സും കാര്യങ്ങളും എല്ലാം കൂടെ വന്നിട്ടാണ് നമ്മുടെ വിഷൻ പ്രോ വരുന്നത്. അതിൻ്റെ റേറ്റ് ഒന്നും എനിക്ക് അറിയത്തില്ല. എന്തായാലും അതിൻ്റെ കൂടെ തന്നെയാണ് നമ്മുടെ ഈ Xreal എന്ന് പറയുന്ന കമ്പനി ലോഞ്ച് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇത് കമ്പീറ്റ് ചെയ്യാൻ പോകുന്നത് ഇത് 3ആയിട്ടായിരിക്കും. ആപ്പിളിൻ്റെ വിഷൻ പ്രോയും, പിന്നെ നമ്മുടെ ഈ Xreal Air Ultra 2 അതിൻ്റെ കൂടെ തന്നെയും, പിന്നെ നമ്മുടെ മെറ്റാ ക്വസ്റ്റ് 3യും. മെറ്റാ ക്വസ്റ്റ് 3 ഭയങ്കര ഇമ്പ്രസീവ് ആയിട്ടോ. ഞാൻ ഉപയോഗിച്ചത് വെച്ചിട്ട് എനിക്ക് അത്യാവശ്യം ഉപയോഗിച്ചത് ആ ഒരു പ്രോഡക്റ്റ് മാത്രമാണ്. ഉപയോഗിച്ചിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റും മെറ്റാ ക്വസ്റ്റ് 3 ആണ്. ഓക്കെ, AR VR സ്റ്റഫിനൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചത് നമ്മുടെ AI എവിടെ പോയി, ഇതിനെപ്പറ്റി കേൾക്കാതെ നമ്മൾക്ക് CS എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ വന്നപ്പോഴത്തേക്കിനും ഞാനൊരു ലോഞ്ച് ഇവൻറ്റ് കണ്ടു. നമ്മുടെ CS കുറേ ഇവൻറ്റ്സ് ഉണ്ട്, അതിനകത്ത് ഒരെണ്ണം ഞാൻ കണ്ടു. അതിനകത്തൊരു ക്ലിപ്പുണ്ട്, നിങ്ങളിപ്പോൾ കണ്ടു നോക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. Our smartphones has become the best device to kill time instead of saving them. ഈ ക്ലിപ്പ് മനസ്സിലാക്കിയവർക്ക് അതിൻ്റെ ഔചിത്യം മനസ്സിലാക്കണം. കട്ടിയുള്ള വാക്കൊക്കെ എവിടെ നിരുന്നേ. ഈ ക്ലിപ്പ് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എൻ്റെ കാര്യം മനസ്സിലായി കാണുമെങ്കിൽ ഈ പ്രോഡക്റ്റിൻ്റെയും ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലാവും. ഈ പ്രോഡക്റ്റിൻ്റെ പേര് Rabbit R1 ആണ്. ആൻഡ് ഇത് കംപ്ലീറ്റ്ലി AI ബേസ്ഡ് ഒരു പ്രോഡക്റ്റാണ്. ആൻഡ് ഇതിന് നമുക്ക് ഫോണിനെ റീപ്ലേസ് ചെയ്യാനാണ്. ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നാളെ മുതൽ ഫോൺ വേണ്ടേ, നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് മതി, അങ്ങനെയല്ല. ഫോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഫോൺ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഡെയിലി ബേസിസ് നമുക്ക് കാര്യങ്ങൾ ചെയ്യണം. ഇമെയിൽ അയക്കുക, മെസ്സേജ് അയക്കുക, അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ ആ കാര്യങ്ങൾ മാത്രമാണ് ഒരു ഫോൺ കൊണ്ട് ചെയ്യുന്നത് അല്ല. നമ്മൾ ഗെയിം കളിക്കാറുണ്ട്, പല പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ആൻഡ് ഇതിനെല്ലാം നമുക്കൊരു UX ഉണ്ട്, UI ഉണ്ട്, നമ്മുടെ യൂസർ എക്സ്പീരിയൻസ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട്. സോ അതിന് നമ്മൾ അഡിക്റ്റഡ് ആയി പോകും. നമ്മൾക്ക് നമ്മുടെ ടൈം മാനേജ് ചെയ്യാൻ പറ്റാതായി പോകും. കംപ്ലീറ്റ്ലി നമ്മൾ ഫോണിന് വേണ്ടിയിട്ട് ഒരു 2 മണിക്കൂർ മാറ്റി വയ്ക്കണം. ഇത് നമുക്ക് കുറയ്ക്കാൻ പറ്റും ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ. അതായത് നമ്മൾ ഈ ആപ്പിനകത്ത് കയറിയിട്ട് നമ്മുടെ UI എക്സ്പ്ലോർ ചെയ്ത് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം ഈ ആപ്പ് തന്നെ ഈ കാര്യങ്ങൾ ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇടണം. ഞാൻ ജസ്റ്റ് ഫയൽ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ക്യാപ്ഷൻസ് ജനറേറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും. സെയിം കാര്യം, നമ്മുടെ വർക്ക് ഫ്ലോ കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു ഡിവൈസ്. സെക്കൻഡറി ഡിവൈസ് എന്ന് കൺസിഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫോണിനെ റീപ്ലേസ് ചെയ്യാമെന്ന് പറഞ്ഞെങ്കിൽ പോലും
ഫോണിൻ്റെ UI കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇതിനകത്ത് LAM എന്ന് പറയുന്ന സംഭവമാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. LLM ആണ് നമ്മൾ സാധാരണ കണ്ടുവരുന്നത്, ലാർജ് ലാംഗ്വേജ് മോഡൽ. ആൻഡ് ഇത് നമ്മൾ ജസ്റ്റ് നമ്മൾ ChatGPT ഒക്കെ വർക്ക് ചെയ്യുന്നത് LLM വെച്ചിട്ടാണ്. LAM എന്ന് പറഞ്ഞാൽ ലാർജ് ആക്ഷൻ മോഡലാണ്. ആൻഡ് ഇത് കംപ്ലീറ്റ്ലി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് നമ്മുടെ ഹ്യൂമൻ AI പിൻ അതുപോലത്തെ ഡിവൈസിലാണ്. ഇതിനകത്തും വരുന്നുണ്ട്. ഹ്യൂമൻ AI പിന്നിനകത്ത് ഇത് കൊണ്ടുവന്നെങ്കിൽ പോലും എനിക്ക് അത്ര ഇമ്പാക്ട്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ ഈ റാബിറ്റ് R1 എന്ന് പറഞ്ഞ ഡിവൈസിനകത്ത് ഇത് കംപ്ലീറ്റ്ലി വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇത് നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് നമ്മുടെ ഡിവൈസിനെ ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും. അതൊക്കെ എനിക്ക് അത്യാവശ്യം ഇമ്പ്രസീവ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ആൻഡ് ഇത് നമ്മുടെ സീറോ UI എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് അടുത്തടുത്തേക്ക് പോകുന്ന പോലെ തോന്നുന്നുണ്ട്. സീറോ UI അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആണ്. നമുക്ക് അത് വേറെ വീഡിയോയിൽ പറഞ്ഞു വരാൻ നോക്കാം. എന്തായാലും ഞാൻ ഈ ഡിവൈസിൻ്റെ സ്പെക്കിനെ പറ്റി ഒരു ചെറിയൊരു അവലോകനം തരാം. കട്ടിയുള്ള വാക്കൊക്കെ എവിടെ നിരുന്നത്. റാബിറ്റ് R1 MediaTekന്റെ 2.3 GHz ഒരു പ്രോസസ്സർ വരുന്നുണ്ട്. പിന്നെ 4 GB മെമ്മറിയും 128 GB സ്റ്റോറേജ് ആണ് വരുന്നത്. ആൻഡ് ഇതൊരു ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് ബോഡിക്കകത്താണ് വരുന്നത്. ആൻഡ് ഇത് കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആണ്. ഇതിനകത്ത് ഇടയ്ക്ക് ഗ്യാപ്പോ കാര്യങ്ങളൊന്നും ഇല്ല. ആൻഡ് ഇത് അവരെങ്ങനെ വർക്കൗട്ട് ചെയ്തെടുത്തെന്ന് എനിക്ക് ഡൗട്ട്ഫുൾ ആണ്. ആൻഡ് ഇതിനകത്ത് 360 ഡിഗ്രി കറങ്ങുന്ന ഒരു ക്യാമറ വരുന്നുണ്ട്. ഇത് കാരണം ഇത് മൾട്ടി മോഡൽ AI ആണ്. നമുക്ക് പല പല ഇൻപുട്സ് കൊടുക്കാൻ പറ്റും. ഓഡിയോ ആയിക്കോട്ടെ, ഇമേജ് ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ച് പുഷ് ബട്ടൺസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു സിസ്റ്റം. ആൻഡ് കമ്പനി അവകാശപ്പെടുന്നത് ഇതിൻ്റെ ബാറ്ററി ഒരു ദിവസം മൊത്തം ലാസ്റ്റ് ചെയ്യുന്നതാണ്. എത്ര mAh ആണെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ ഇവർ ഇതിനകത്ത് മിഡ് ജേർണിയുടെ ഒരു മോഡൽ ട്രെയിൻ ചെയ്തായിരുന്നു. അത് ട്രെയിൻ ചെയ്യുന്നതിന് അത്യാവശ്യം നല്ലപോലെ സമയം എടുത്തിട്ടുണ്ട്. സോ സ്പീഡിൻ്റെ കാര്യത്തിൽ എനിക്ക് ചെറിയൊരു ഡൗട്ടുണ്ട്. ഇവരുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് ആയത് കാരണം എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാന്നാണ് തോന്നിയത്. ആൻഡ് അവർ ലോഞ്ച് ചെയ്യുന്ന ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ $200 ഈ പ്രൈസിന് അത് വെർത്ത് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഹ്യൂമൻ AI പിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓവർ പ്രൈസ്ഡ് ആണ്. അതുകൂടാതെ അതിൻ്റെ സോഫ്റ്റ്വെയറിന് നമ്മൾ എക്സ്ട്രാ സബ്സ്ക്രിപ്ഷൻ കൊടുക്കണം. ആൻഡ് അതിന് കേസിന് തന്നെ വേറെ എക്സ്ട്രാ പൈസ കൊടുക്കണം. ഇച്ചിരി ചിലവുള്ള കാര്യമാണ്. ആൻഡ് അതിനകത്ത് ഡിസ്പ്ലേ ഇല്ല. ഇതിനകത്ത് ഡിസ്പ്ലേ ഉണ്ട്. നൈസായിട്ടാണ് എനിക്ക് തോന്നിയത്. CES-ൽ എനിക്ക് അട്രാക്ട് ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി പറയാൻ പോകുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട കമ്പനീസൊക്കെ ഇല്ലേ, അവർ കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നായിരുന്നു. അതിനെപ്പറ്റി ഇനി പറയാം. ആൻഡ് ബൈ ദ വേ ഇത്തവണ OnePlus-നെ കണ്ടേ ഇല്ല കേട്ടോ. എവിടെ പോയോ? സാധാരണ വരേണ്ടതാണ് എന്തെങ്കിലുമൊക്കെ ആയിട്ട്, പക്ഷേ ഇത്തവണ വന്നേ ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം മറ്റേ ഈ നീല വെള്ളമൊക്കെ കൊണ്ടുവന്നായിരുന്നു, മറ്റേ പൈപ്പ് ലൈനൊക്കെ ആയിട്ട്. തോൽവി ഫോണായിരുന്നു. എന്തായാലും ഇത്തവണ ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് സാംസങ്ങിനെ പറ്റിയാണ്. സാംസങ്ങിനെ പറ്റി പറയാൻ വേണ്ടി റീസൺ ഉണ്ട്. CES തുടങ്ങി കഴിഞ്ഞിട്ട് ഞാൻ ട്വിറ്റർ തുറന്നപ്പോഴത്തേക്കിനും ഫസ്റ്റ് കിട്ടിയ കാര്യമാണ് സാംസങ്ങിൻ്റെ ഒരു മൈക്രോ LED ട്രാൻസ്പെറൻറ്റ് സ്ക്രീൻ. TV അല്ല, സ്ക്രീന്. ഇത് കൺഫ്യൂസിംഗ് ആണ്. ഞാൻ അതുകൊണ്ടാണ് സ്ക്രീനിന് എടുത്ത് പറഞ്ഞത്. ഇതൊരു TV ആയിട്ടല്ല പ്രസൻറ്റ് ചെയ്തത്. ആൻഡ് ഇത് അത്യാവശ്യം എനിക്ക് ഹോളോഗ്രാം എഫക്റ്റ് പോലെ കിട്ടിയെങ്കിലും അടുത്ത പ്രാവശ്യം ഞാൻ സ്ക്രോൾ ചെയ്തപ്പോഴത്തേക്കിനും ശരിക്കും ഒരു ഹോളോഗ്രാം ബോക്സ് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഹോളോ കണക്ട് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് ഈ ഒരു ബോക്സ് കൊണ്ടുവന്നത്. അതായത് ഒരു പേഴ്സൺ നമ്മൾ അപ്പുറത്ത് നിൽപ്പുണ്ട്, ആ പുള്ളി അതേപോലെ നമ്മൾ ഇപ്പുറത്തെ ഒരു ബോക്സിനകത്ത് കാണാൻ പറ്റും. ശരിക്കും ഒരു ഹോളോഗ്രാം വന്ന് നിൽക്കുന്ന പോലെ നമ്മുടെ മാർവൽ സിനിമയ്ക്കകത്ത് കാണുന്ന ഒരു എഫക്റ്റ്. ആൻഡ് ഈ പ്രോഡക്റ്റ് കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത് ആരായിട്ടാണെന്ന് ഇതുവരെ ആരും റിവീൽ ചെയ്തിട്ടില്ല. പക്ഷേ എനിക്ക് പറയാനുള്ളത് സ്റ്റാർലൈനായിട്ടാണ്. അതായത് ഈ ഒരു ഹോളോ കണക്റ്റ് കൊണ്ടുവന്നിരിക്കുന്ന പ്രോഡക്റ്റ് ഭയങ്കര ഒട്ടും സ്പേഷ്യസ് അല്ല. ലൈക്ക് കുറച്ച് സ്ഥലം മാത്രമേ അത് എടുക്കുന്നുള്ളൂ. നമ്മുടെ ഈ സ്റ്റാർലൈൻ എന്ന് പറഞ്ഞ ഒരു കംപ്ലീറ്റ്ലി ഒരു റൂം തന്നെ അവർക്ക് വേണം, അവർക്ക് ആ സംഭവം സെറ്റപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് അതുകൂടാതെ അവർക്കൊരു പോർട്രേറ്റ് രീതിയിലുള്ള സ്ഥലം മാത്രമേ അവർക്ക് ഹോളോഗ്രാം പോലെ അവർക്ക് ഡിപ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഫുൾ ബോഡി അവർക്ക് ഈ ഹോളോ ബോക്സിനകത്ത് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. സോ എനിക്ക് അത്യാവശ്യം ഇമ്പ്രസീവ് ആയിട്ട് തോന്നിയത് ഈ ഹോളോ കണക്ട് എന്ന് പറയുന്ന പ്രോഡക്റ്റാണ്. ആൻഡ് ഇത് ഭയങ്കര സ്പീഡാണ്. ലൈക്ക് അവിടെ കാണിക്കുന്ന അതേ സാധനം ഇപ്പുറത്ത് പെട്ടെന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, ബാക്ക് ടു ദ ടോപ്പിക്. സാംസങ്ങിൻ്റെ മൈക്രോ LED ട്രാൻസ്പെറൻറ്റ് സ്ക്രീനില്ലേ, അത് ഹോളോഗ്രാം പോലെ ആണെങ്കിലും ഇതിനകത്ത് ബ്ലാക്ക് സ്ക്രീൻ, ലൈക്ക് ഒരു ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാൻസ്പെറൻ്റ് ആക്കി കൺവേർട്ട് ചെയ്യുവാണ് അതിനകത്ത് ബേസിക്കലി ചെയ്യുന്നത്. പക്ഷേ ശരിക്കും ഒരു സിനിമ കാണണമെങ്കിൽ അവരെന്ത് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു ക്വസ്റ്റ്യനബിളായ കാര്യമാണ്. ആൻഡ് ഇത് അവരാരും മെൻഷൻ ചെയ്യുന്നില്ല, റിവ്യൂ ചെയ്ത് ആരും മെൻഷൻ ചെയ്യുന്നില്ല. സോ ഇതിനെപ്പറ്റി ഒരു കോൺടാക്ട്സ് നമുക്കില്ല. സോ അതുകൊണ്ട് തന്നെ അവരൊരു TVയിലേക്ക് ഈ സാധനം ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴേ നമുക്ക് അതിനെപ്പറ്റി അറിയാൻ സാധിക്കത്തുള്ളൂ. സോ നമുക്ക് നോക്കി കണ്ട കാര്യമാണ്. ആൻഡ് ഇത് ഉടനെ ഒന്നും ലോഞ്ച് ചെയ്യാൻ പോകുന്നില്ല. ലോഞ്ച് ചെയ്താൽ തന്നെ ഒരു $5,000-6,000 നോക്കിയാൽ മതി. സാംസങ്ങിൻ്റെ TVയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഗ്ലെയർ വരാത്ത രീതിയിൽ ഒരു TV അവരുണ്ടാക്കിയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ആ TV എന്ന് പറഞ്ഞാൽ സാംസങ് ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ളത് ഏറ്റവും ബ്രൈറ്റസ്റ്റ് TV ആണ്. പിന്നെ ഒരു മ്യൂസിക് ബോക്സ്. ഈ മ്യൂസിക് ബോക്സ് അത്യാവശ്യം റെവല്യൂഷണറി ആയിട്ടാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ എന്നാൽ എല്ലാവരും മറന്നുപോയൊരു കാര്യമുണ്ട്. സിംഫോണിക്സ് എന്ന് പറയുന്ന ഒരു കമ്പനി ഈ സാധനം നേരത്തെ കൊണ്ടുവന്നതാണ്. അതായത് ഒരു ഫ്രെയിമിനകത്ത് സ്പീക്കർ വെച്ചിട്ടുള്ളൊരു സാധനം, സബ് വൂഫറൊക്കെ ഉണ്ട്. നമ്മളൊരു മുറിക്കകത്ത് കയറി ചെല്ലുമ്പോഴത്തേക്കിനും ജസ്റ്റ് ഒരു ഫ്രെയിം ഇരിക്കുന്നു. ആൻഡ് അപ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്ന് പാട്ട് കേൾക്കുമ്പോൾ ഇതെവിടുന്ന് വന്ന് കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ചെന്നപ്പോഴത്തേക്കിനും നമ്മുടെ ഈ ലൈറ്റില്ലേ, ലൈറ്റിനകത്ത് സ്പീക്കറുണ്ട്. ആൻഡ് അതിൽ നിന്ന് ഇവർ പാട്ടിട്ടേക്കുക. ഞാൻ നോക്കുമ്പോൾ ഇവിടെ സ്പീക്കർ കാണുന്നില്ല. ആ ഒരു ചെറിയ സാധനത്തിന് വരെ നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാകുന്നുണ്ട്. സോ ജസ്റ്റ് ഒരു ഫ്രെയിമിനകത്തുനിന്ന് പാട്ട് കേൾക്കുമ്പോൾ എന്തായാലും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കാം, ഓഫ് കോഴ്സ്. ആൻഡ് ഫ്രെയിമിനകത്ത് ഈ സ്പീക്കർ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ബെസ്റ്റ് പാട്ടാണ്. ഇതിനെപ്പറ്റി കൂടുതൽ എക്സ്പ്ലനേഷൻ നമ്മൾ പോഡ്കാസ്റ്റിൽ തരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്. ആൻഡ് ഇതിനെപ്പറ്റി പറയുവാണെങ്കിൽ നമ്മുടെ ഈ സിംഫോണിക്സ് എന്ന് പറയുന്ന സെയിം സാധനം, ലൈക്ക് അവർ കൊണ്ടുവന്ന ആ സെയിം പ്രോഡക്റ്റ് തന്നെ സാംസങ്ങിൻ്റെ രീതിയിൽ ചെയ്തിരിക്കുന്നു. അതാണ് ബേസിക്കലി ചെയ്തിരിക്കുന്നത്.
സാംസങ്ങിന് പ്രത്യേകിച്ച് ഈ സ്പീക്കറിൻ്റെ ടെക്നോളജിയിൽ അത്യാവശ്യം പിടിയുണ്ട്. സാംസങ്ങിന് പ്രോസസ്സറിൻ്റെ കാര്യത്തിൽ ഒഴിച്ച് ബാക്കി എല്ലാത്തിനും നല്ല പിടിയുണ്ട്. സാംസങ്ങിൻ്റെ ഈ ഫ്രെയിമിനകത്ത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും, സിംഫോണിക്സിനകത്ത് പറ്റത്തില്ല. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. പിന്നെ സാംസങ് കൊണ്ടുവന്നത് ഫ്ലിപ്പ് ഫോൺ. പക്ഷേ ഈ സാധനം 360 ഡിഗ്രി ഇങ്ങനെ മടക്കി ഒടിഞ്ഞിങ്ങനെ ഇപ്പുറത്ത് കൊണ്ടുവരും, പിന്നെ തിരിച്ചു കൊണ്ടുവരും. ആ ഫോണിൻ്റെ കേസ് എങ്ങനെയാണോ? കേസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് സാംസങ് ഗാലക്സി വാച്ച് അതിൻ്റെ സെയിം സ്ക്രീൻ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഈ ഗാലക്സി ബഡ്സിൻ്റെ കേസിനകത്ത് കൊണ്ടുവച്ചിരിക്കുകയാണ്. ആൻഡ് എനിക്ക് UI കണ്ടിട്ട് ടൈസൺ വോയിസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെയാണെങ്കിൽ ആ സാധനം കൊള്ളാം. ആൻഡ്രോയിഡ് വെയർ കൊണ്ടുവരാൻ ചാൻസ് ഇല്ല, കാരണം ഇത് അവരുടെ തന്നെ പ്രോഡക്റ്റ് ആയതുകൊണ്ട് ആൻഡ്രോയിഡ് കൊണ്ടുവരാൻ ചാൻസ് കുറവാണ്. സോ ടൈസൺ വോയിസ് ആയിരിക്കാനാണ് ചാൻസ്. ആൻഡ് അതായതുകൊണ്ട് എനിക്ക് അത്യാവശ്യം ഇമ്പ്രസീവ് ആയിട്ട് തോന്നി. ആൻഡ് UI പ്രസൻറ്റേഷനൊക്കെ അടിപൊളിയാണ്, നല്ല ഫ്ലൂയിഡ് സാധനമാണ് അവർ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ സാംസങ്ങിനെ പറ്റത്തുള്ളൂ കേട്ടോ, അടിപൊളി സാധനം. ഓക്കെ, പിന്നെ CESൻ്റെ കവാടം തുറന്ന് കയറി ചെല്ലുമ്പോൾ തന്നെ ഡാൻസിങ് TVs ആണ്. നമ്മുടെ LGയുടെ സ്റ്റോളായിരുന്നു ഫസ്റ്റ് കൊണ്ടുവന്ന് വെച്ചിരുന്നത്. അതിൽ LGയുടെ TV ഒരു 8-10 എണ്ണം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിച്ച് നടക്കുവാണ്. അപ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ ഇതിനകത്ത് വയറില്ല, വയർലെസ് TVs ആണ് ഇത് മൊത്തം. ആൻഡ് ഇവർ ഇതിനകത്ത് ബാക്ക് സ്ക്രീൻ കൊണ്ടുവന്നിട്ടുണ്ട്. ട്രാൻസ്പെറൻറ്റ് TV ആണെങ്കിൽ പോലും ഇതിനകത്ത് ബ്ലാക്ക് സ്ക്രീൻ ഉണ്ട്. അതായത് ഒരു കർട്ടൻ പോലെ പുറകിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി വന്നിട്ട് ബ്ലാക്ക് സ്ക്രീൻ ഉണ്ടാക്കും. വോ, കിടു സാധനം, എനിക്കൊന്നും പറയാനില്ല. ഇങ്ങനെയൊക്കെ TV ഉണ്ടാക്കുമെന്ന് ഞാൻ ജീവിതത്തിൽ വിചാരിച്ചില്ല. പക്ഷേ ട്രാൻസ്പെറൻറ്റ് TV കൊള്ളാം കേട്ടോ. നമ്മൾ ഈ അയൺമാൻ സിനിമയ്ക്കകത്തൊക്കെ കണ്ട പോലെ തന്നെ ഫ്യൂച്ചറിലെ സാധനങ്ങളൊക്കെ ഇപ്പം കൊണ്ടുവരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഈ ബ്ലാക്ക് സ്ക്രീൻ കൊണ്ടുവന്നത് കട്ടൻ പൊക്കിയിട്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ വയർലെസ് ആണ് സാധനം. ആൻഡ് ഇതിനകത്ത് നമ്മൾ വയർലെസ് ആക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ LGയുടെ ഒരു ബോക്സ് ഉണ്ട്. ഇത് വയർലെസ്സിൽ കണക്ട് ചെയ്യുന്നത് സീറോ കണക്ട് ബോക്സ് എന്ന് പറഞ്ഞൊരു LGയുടെ പ്രോഡക്റ്റ് ആണ്. ഇത് വെച്ചിട്ട് നമുക്ക് മൾട്ടിപ്പിൾ ഡിവൈസസ് കണക്ട് ചെയ്യാൻ പറ്റും, സ്പീക്കർ കണക്ട് ചെയ്യാം, അങ്ങനെ പല പല കാര്യങ്ങൾ കണക്ട് ചെയ്യാം. ആൻഡ് ഇതിനകത്ത് മെയിൻ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഇതിനകത്ത് നമുക്ക് കോൺടെക്സ്റ്റ് കിട്ടാത്തൊരു സാധനം എന്ന് പറഞ്ഞാൽ ബാറ്ററി പവറാണ്. ഇത് ബാറ്ററി വെച്ചിട്ടാണോ അതോ വയർലെസ്ലി പവർ ട്രാൻസ്മിറ്റ് ചെയ്യുവാണോ എങ്ങനെയാണെന്നുള്ള കാര്യം കൺഫ്യൂസിങ് ആണ്. സോ അതിലൊരു കൺഫർമേഷൻ കിട്ടാനുണ്ട്. ബാക്കിയെല്ലാം ഈ പ്രോഡക്റ്റിൽ എനിക്ക് അടിപൊളിയായിട്ടാണ് തോന്നിയത്. ആൻഡ് മാർക്കറ്റിൽ ഇറങ്ങാൻ പോകുന്ന ആദ്യത്തെ ട്രാൻസ്പെറൻറ്റ് TV ഇതാണ്. ഇത് ആദ്യമേ പറഞ്ഞിരുന്നത് $100,000 പറഞ്ഞിരുന്നത്. പിന്നെ ഇപ്പം പറഞ്ഞിരിക്കുന്നത് $4,000. ഓക്കെ, ഇനി നമുക്ക് ലാപ്ടോപ്പ് ടെക്കിനെ പറ്റി പറയാം. ഒന്നാമത്തെ കാര്യം പറയാനുള്ളത് 2 സ്ക്രീനുള്ള ലാപ്ടോപ്പ്. അതായത് കീബോർഡില്ല, ട്രാക്ക് പാഡും ഇല്ല, പകരം വേറൊരു സ്ക്രീൻ അവിടെ. ആൻഡ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള നമ്മുടെ ഏസൂസിൻ്റെ Duo എന്ന് പറഞ്ഞ ഏസൂസിൻ്റെ Duo എന്ന് പറഞ്ഞൊരു ലാപ്ടോപ്പാണ്. അതിനകത്ത് നമുക്കറിയാമല്ലോ പല പല സ്ക്രീൻ, ഒരു 2 സ്ക്രീനുള്ളത് തന്നെ ഒരു ലാപ്ടോപ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇത് പറഞ്ഞാൽ ഫുള്ളി ഒരു വേറെ സ്ക്രീനായിട്ട് നമുക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് നമുക്ക് കീബോർഡായിട്ട് കൺവേർട്ട് ചെയ്യാം. ആൻഡ് വയർലെസ്ലി വേറൊരു കീബോർഡ് വെച്ച് കഴിഞ്ഞാൽ അത് ലൈക്ക് ടച്ച് സ്ക്രീനിലുള്ള കീബോർഡ് റീപ്ലേസ് ആയിട്ട് ഫിസിക്കൽ കീബോർഡ് ആവും. ട്രാക്ക് പാഡ് അവിടെ തന്നെ കാണും. അങ്ങനെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫീച്ചേഴ്സൊക്കെ ആയിട്ട് നല്ലൊരു ലാപ്ടോപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. കിടും. 2 സ്ക്രീനുള്ള ലാപ്ടോപ്പ് പോലെ തന്നെ ഈ സെയിം ടെക്ക് വെച്ചിട്ട് 2 സ്ക്രീനുള്ള ഒരു മോണിറ്റർ ഏസൂസ് കൊണ്ടുവന്നു. ആൻഡ് ഇത് OLED ആണ്. ആൻഡ് ഇത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു DIY സ്റ്റാൻഡ്. എന്നിട്ട് അതായത് നമ്മുടെ ഈ ലാപ്ടോപ്പിന് മുകളിൽ വേറെ 2 സ്ക്രീനും കൂടെ വരും. എന്നിട്ടൊരു കുട പോലെ ഇങ്ങനെ നിൽക്കും. പക്ഷേ ഫോട്ടോ കാണാൻ കൊള്ളാം. പക്ഷേ ഇത് പ്രാക്ടിക്കലി എങ്ങനെയാവുമെന്ന് എനിക്കറിയത്തില്ല. അതായത് നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കും, നമ്മൾ സ്കൂളിൽ ചെന്നില്ല, ഈ കോളേജിൽ ചെന്നിട്ട് ലാപ്ടോപ്പ് തുറന്ന് വെച്ചിട്ട് വേറെ 2 മോണിറ്റർ എടുത്തിട്ട് ഇതിന് മണ്ട കയറ്റി വെച്ചിട്ട്. എനിക്കിഷ്ടപ്പെട്ടത് ROG റിലീസ് ചെയ്ത വേറൊരു മോണിറ്ററാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ 1080pയും അതുപോലെ തന്നെ 1440pയും തമ്മിൽ സ്വിച്ച് ചെയ്യും ഗെയിമിങ്ങിനനുസരിച്ച്. ആൻഡ് ഇതിനകത്ത് ഫ്രെയിം റേറ്റും അതനുസരിച്ച് മാറും. ഇത് നേരത്തെ എന്തുകൊണ്ടാണ് നമ്മുടെ സാധാ മോണിറ്റേഴ്സിൽ കൊണ്ടുവരാത്തതെന്ന് എനിക്കറിയത്തില്ല. സോ ബേസിക് ഫീച്ചറാണ്. ആൻഡ് ഇത് കൊണ്ടുവന്നല്ലോ ഇപ്പോഴെങ്കിലും. ഏസൂസ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഏസർ അപ്പുറത്ത് നിന്നിട്ട് ലാപ്ടോപ്പിൻ്റെ കീബോർഡ് മെക്കാനിക്കലാക്കി, എന്നിട്ട് നമുക്ക് കീസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്വിച്ച് ചെയ്യാൻ പറ്റും. ഈ കീബോർഡിനകത്ത് ഉറുമ്പ് കയറാതിരിക്കാനുള്ള ടെക്നോളജിയിലുണ്ടോ? ലെനോവോ അതുപോലെ തന്നെ വേറൊരു 2-in-1 ലാപ്ടോപ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു ടെക്നോളജിയാണ്. ഭയങ്കര ഓവർ പ്രൈസ്ഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത സാധനമാണ് 2-in-1 ലാപ്ടോപ്സ്. അതായത് നമുക്ക് ലാപ്ടോപ്പായിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല, അതുപോലെ തന്നെ ടാബ്ലറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല. പക്ഷേ എന്നാൽ ലെനോവോ കൊണ്ടുവന്നതിനകത്ത് ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ഉണ്ട്. അതുകൊണ്ടാണ് മെൻഷൻ ചെയ്യുന്നത്. ഇവർ ആൻഡ്രോയിഡും വിൻഡോസും കൂടെ കൊളാബറേറ്റ് ചെയ്തിട്ട് ഒരു സാധനം ഉണ്ടാക്കി. ആൻഡ് ഇത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് വിൻഡോസ് ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. അവർ പറഞ്ഞതനുസരിച്ച് നമുക്ക് ആൻഡ്രോയിഡിനകത്തുള്ള ആപ്സ് എല്ലാം ഇതിനകത്ത് റൺ ചെയ്യാൻ പറ്റും. ആൻഡ് ഇതിനകത്ത് നമുക്ക് സ്ക്രീൻ ഊരിയെടുത്ത് ടാബായിട്ട് യൂസ് ചെയ്യാം. ടാബായിട്ട് യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ ശരിക്കും ലിറ്ററലി ഒരു ടാബായിട്ട് യൂസ് ചെയ്യാം. ഇതിൻ്റെ പുറകിൽ ഒരു ക്യാമറ മൊഡ്യൂൾ തന്നെ വരുന്നുണ്ട്. സോ അത്രയും മാത്രം അവർ എന്താ പറയുക ഇതിലേക്ക് ഫോക്കസ്ഡ് ആണ് 2-in-1 ലാപ്ടോപ്സിലേക്ക്. ആൻഡ് അതുപോലെ തന്നെ അവർ തിക്നെസ് ഒക്കെ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് അതുകൂടാതെ സ്റ്റൈലസും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ടച്ച് പാനലാകുമ്പോൾ സ്റ്റൈലസ് ഉറപ്പായിട്ട് കാണും. ആൻഡ് അത് മാഗ്നറ്റിക്കലി സ്റ്റിക്ക് ചെയ്തിരിക്കും. അടിപൊളി സാധനം. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് സാധനമാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടതാണ്. ഫോണിനകത്ത് ഈ ഇങ്ക് ടെക്നോളജി. ഈ ഇങ്കിനെ പറ്റി അറിയണമെങ്കിൽ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ CESൻ്റെ വീഡിയോ ഉണ്ട്, അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഇങ്കിൻ്റെ ആപ്ലിക്കേഷൻ.
അതായത് നമ്മുടെ ഫോണിൻ്റെ ബാക്ക് പാനൽ ഈ ഇങ്കാണ്, ലൈക്ക് കംപ്ലീറ്റ്ലി ഒരു ഇങ്ക് സാധനം കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് നമ്മുടെ ഇൻഫിനിക്സ് ആണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇത് നമ്മുടെ ഡ്രസ്സിനനുസരിച്ചോ അല്ലെങ്കിൽ നമ്മുടെ മൂഡിനനുസരിച്ചോ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് പുറകിലത്തെ ഡിസൈൻ കസ്റ്റമൈസ് ചെയ്യാം, കേസ് ഇടുന്നത് പോലെ തന്നെ. അടിപൊളിയല്ലേ? എന്നാൽ ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ പുറത്ത് വേറെ കേസ് ഇടണം. നത്തിങ്ങിനൊക്കെ പറ്റിപ്പോയത് ആ കാര്യമാണ്. അവർ അടിപൊളിയായിട്ട് ബാക്ക് പാനലൊക്കെ ഡിസൈൻ ചെയ്തിട്ട് പുറത്ത് വേറെ കേസ് ഇട്ട് തീർന്ന് കഥ ഗയ ടാറ്റ. പക്ഷേ ഈ ഇങ്ങനെ പറ്റി പറയുമ്പോഴത്തേക്കും നമ്മുടെ ഐത്തേടെ പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്ത ഒരു കാര്യമാണ് ടോയ്ലറ്റ്. അതുകൊണ്ട് തന്നെ കോളർ വേറൊരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം കോളറിൻ്റെ ഒരു ടോയ്ലറ്റ് ഐത്തേന് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ഇത്തവണ കോളർ വിട്ടുകൊടുത്തിട്ടില്ല, പിന്നെ ഒരു ടോയ്ലറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ് ടെക്നോളജി ഇതിലും കൊണ്ടുവന്നു. അതായത് നമ്മുടെ റൂമിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ടോയ്ലറ്റിൻ്റെ കളർ മാറ്റിയെടുക്കാം. ഐത്തേട്ടൻ്റെ ബെസ്റ്റ് സാധനം. ആൻഡ് ഐത്തേട്ടൻ്റെ മൂഡ് അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ കളർ മാറ്റി റെഡാക്കാം, പച്ചയാക്കാം, നീരാക്കാം, ചെയ്തു. ആൻഡ് നിങ്ങൾക്ക് ഗസ് ചെയ്യാവുന്ന പോലെ ഈ വീഡിയോ അത്യാവശ്യം നല്ലപോലെ ലെങ്തി പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി പ്രോഡക്റ്റ് ഇതിനകത്തുണ്ട്. ഈ വീഡിയോ എനിക്ക് ഇവിടെ എൻഡ് ചെയ്യണമെന്ന് ഒരു ആഗ്രഹവും ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ പോഡ്കാസ്റ്റിൽ കുറച്ച് ഇൻഡെപ്ത് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ഇതിൻ്റെ ടെക്നോളജി നല്ലോണം മനസ്സിലാക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ആൻഡ് അന്നേരം നമ്മുടെ ഐത്തേട്ടൻ ബാക്ക് ഓൺ ട്രാക്ക് ആയിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. സോ എന്തായാലും സ്റ്റേ ട്യൂൺഡ്. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്തിരിക്കുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. മറ്റൊരു ടെക്നോളജി വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഗുഡ് ബൈ. നമസ്കാരം, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളം ടെക്. ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ, ഇത്ര വെച്ചാൽ മതിയോ? ദാരിദ്ര്യത്തിന് കുറവുണ്ടെങ്കിൽ ഇതിനൊരു കുറവില്ല. ശരിയാണല്ലോ. അല്ല, അവിടെ വെച്ച് കട്ട ഒന്നും എടുക്കാം. അതൊക്കെ പറഞ്ഞ് ചിരി എടുത്തുള്ളൂ. ഞാൻ ക്യാമറ നോക്കി പറയുന്നു. മറ്റേ ഓഫീസ് സീരീസിനകത്ത് മറ്റേ പുള്ളി കയറി വരുന്ന പോലെ ക്യാമറ നോക്കിയിട്ടെല്ലാം പറയുന്നത്.